താമസിക്കുന്നത് എന്റെ ചേച്ചിയുടെ കൂടെ. ചേച്ചിയുടെ മോനുണ്ട്, അവനിപ്പോ ജോലിയാ. എന്റെ ചേച്ചിയുടെ കൂടെയാണ് ഞാൻ നിൽക്കുന്നത്. ചേച്ചിയുടെ വീട് താമസിക്കുന്നുണ്ടോ? ചേച്ചിയുടെ വീടാണ്, പക്ഷെ അവിടെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും താമസിക്കുന്നുണ്ടോ? അവരുണ്ട്. ഞാൻ വേറെ എവിടെ പോകാനാ മേഡം? ഞാൻ വേറെ എവിടെ പോയി നിൽക്കും? ഇല്ല, ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും മറ്റൊരു ഇവിടുന്ന് പോയവർ അന്വേഷിച്ചപ്പോ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും മറ്റൊരു വീട്ടിലാണ്. ആ വീട് കാണിച്ചു കൊടുത്തു. നിങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ചേച്ചിയുടെ മകനാ താമസിക്കുന്നത്. അവനിപ്പോ ജോലിക്ക് പോയിരിക്കും. അപ്പൊ ചേച്ചി എന്റെ കൂടെ ഉണ്ട്. ഇല്ല, ചേച്ചി ഞങ്ങളുടെ കൂടെ ഇല്ല. ഇവിടുന്ന് പോയവരോട് അവിടെ ഉള്ളവര് പറഞ്ഞത് എന്റെ ചേച്ചിയുടെ ആശ്രയത്തിലാണ് ഞാനിപ്പോ താമസിക്കുന്നത്. അത് വീട് അടുത്തടുത്താ മേഡം. ഞങ്ങളുടെ വീട് അടുത്തടുത്താണ്. വീടുകളൊക്കെ അടുത്തൊക്കെയാണ്. പക്ഷെ ചേച്ചിയുടെ മകനും നിങ്ങളുമാണ് താമസിക്കുന്നത്. അയാളുടെ ഭാര്യയും 3 മക്കളും പിണങ്ങി ചെന്നൈയിലാണ് ഇപ്പോ. അയാള് ഭാര്യയായിട്ട് ഒന്നിച്ചല്ല കഴിയുന്നത് അല്ലേ? അത് അവര് അവരുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ചെന്നൈയിൽ അവൻ ജോലി ചെയ്യുക. അവൻ ജോലി ചെയ്യാണ്. പക്ഷെ ആ ഭാര്യയും 3 മക്കളും 3 വർഷത്തിന് മുമ്പ് പിണങ്ങി അങ്ങ് പോയി എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത്. അവിടെ ഇവിടുന്ന് പോയ നമ്മുടെ ടീമിനോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നിങ്ങള് ആ ചേച്ചിയുടെ മകന്റെ കൂടെയാണ് താമസിക്കുന്നത് അല്ലേ? അപ്പോ അച്ഛനേക്കാൾ സംരക്ഷണം എന്ന് പറയുന്നത് ചേച്ചിയുടെ മകൻ ഒരു ചെറുപ്പക്കാരനാണ് എന്ന് പറയുന്നത് നിങ്ങളുടെ കുട്ടിയുടെ മൂത്ത ചേട്ടന്റെ സ്ഥാനം. ചേട്ടന്റെ സ്ഥാനമാണ്. നിങ്ങൾ ആ പയ്യന്റെ അമ്മയുടെ സ്ഥാനമാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു, അയാളുടെ കൂടെ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്നുള്ളതാണ്. ഭർത്താവ് കൂടെ ഉള്ളപ്പോ അങ്ങനെ താമസിക്കുന്നു എന്ന് പറയുന്നത് നാളെ ആ മുതിർന്ന പെൺകുട്ടിക്ക് അത് വളരെ അതിന്റെ ഭാവിയെയും ബാധിക്കും. അത് അവിടെ എനിക്ക് താമസിക്കാൻ, അല്ലെങ്കിൽ ഇപ്പുറത്തെ ചേച്ചിയൊക്കെ താഴെ താമസിക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ കൊച്ചു എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ കുഞ്ഞിൽ 8 വയസ്സുള്ളപ്പം തൊട്ട് എൻ്റെ ചേട്ടനൊക്കെ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട്, എൻ്റെ ചേട്ടൻ ചേച്ചിനെ കെട്ടി വീട്ടിൽ വന്നതാണ്. അപ്പൊ ഞങ്ങളെ സ്വന്തം മക്കളെ പോലെ അവര് കാണുന്നത്. അവരുടെ മക്കളും ഞങ്ങൾ ഒരുപോലെയാണ്. അത് ശരിയാണ് മഞ്ജു, അത് ശരിയാണ്. പക്ഷെ നമ്മുടെ നാട്ടുനടപ്പ് അനുസരിച്ച് കല്യാണം കഴിഞ്ഞ് ഭാര്യയും 3 മക്കളുള്ള മനുഷ്യൻ നമ്മൾ അങ്ങനെ കാണുന്നു ആ വ്യക്തിയെ. അയാള് മകന്റെ സ്ഥാനം തന്നെയാണ് നിങ്ങൾക്ക്. കുഞ്ഞമ്മ എന്ന് പറയുമ്പോൾ അമ്മയുടെ സ്ഥാനമാണ് നിങ്ങൾ. അയാളുടെ ഭാര്യയും യോജിച്ച് ഇവിടെ വന്ന് ഒരുമിച്ച് താമസിക്കുന്നില്ല. അപ്പൊ ഇപ്പൊ സിറ്റിയിലൊരു ജോലിക്ക് ഭർത്താവ് താമസിക്കുന്നു, ഭാര്യയും മക്കളെ ഗ്രാമത്തിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. അവര് ചെന്നൈ എന്ന് പറഞ്ഞ മഹാപട്ടണത്തിലോട്ട് ചെന്നൈയിലാ താമസിക്കുന്ന. അവൾ വീട്ടിലോട്ട് പോയിരിക്കില്ല. അല്ല മഞ്ജു, അത് ശരിയല്ല. അത് ശരിയല്ല. നമ്മൾ അതിന്റെ എല്ലാ റിപ്പോർട്ടും എടുത്തതല്ലേ. നമ്മളിപ്പോ സത്യമായിട്ട് പറയണം. അവര് പിണങ്ങി പോയിരിക്കുകയാണ്. 3 വർഷമായിട്ട് അവർ വന്നിട്ടില്ല. അയാൾ ഒറ്റയ്ക്കാണ്. അവരെ യോജിപ്പിക്കാൻ ഇവരൊക്കെ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് പോലും ആരും പറഞ്ഞിട്ടില്ല അവിടെ. ആ ഭാര്യയെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാനോ അയാളുടെ കൂടെ ഒരുമിച്ച് താമസിക്കാനോ വരുന്നില്ല. ഈ ചേച്ചിയും ഭർത്താവും വേറെയാ താമസിക്കുന്നത്. ഇവരും ഈ ചേച്ചിയുടെ മകനുമായിട്ടാണ് താമസിക്കുന്നത്. അപ്പോ അവിടെയാണ് ഈ കുട്ടി വളരുന്നതെങ്കിൽ അതിനകത്ത് അത് ആ കുട്ടിയുടെ ഭാവിക്ക് ഒരു അപാകതയുണ്ട് മഞ്ജു. അത് നമ്മുടെ ലോകത്തിന്റെ ഒരു പൊതു സ്വഭാവം നമ്മൾ കണക്കിലെടുക്കണ്ടേ. നിങ്ങളുടെ അതെ മദ്യപാനി ആയാലും ക്രൂരനായാലും അച്ഛൻ തന്നെ. അച്ഛന് പകരം വേറൊരാളാവില്ല. അച്ഛനെ മേഡം കുടിച്ചിട്ട് വരുമ്പോഴേ മുണ്ടും പറിച്ചിട്ടിട്ട് അകത്ത് കയറി വരുന്നത്. മേഡം സത്യം ഞാൻ പറയാം, ഞങ്ങളുടെ ചേച്ചി 2ാമത്തെ ചേച്ചിയാണ്. അടിച്ചിട്ട് ഇവരുടെ ബ്ലൗസും വലിച്ചു കീറി ഇവക്കിട്ട് അടിച്ചിട്ട് ഹെൽമെറ്റ് വെച്ച് എന്റെ തലക്കെട്ട് അടിച്ചിട്ട് ചോദിച്ചു. ഇവര് കൂട്ടുകൂടി കഴിയുമ്പോഴത്തേക്കിന് ഇവര് തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് അത് നമുക്കിപ്പോ വിഷയമുള്ള കാര്യമല്ല. അല്ല, അപ്പൊ അയാള് മദ്യപാനിയാണല്ലോ. അവന് മദ്യപിക്കുന്നു. അവന്റെ വീട്ടിലല്ല മേഡം ഞാൻ താമസിക്കുന്നത്. എന്റെ 2ാമത്തെ ചേച്ചിയുടെ കൂടെ ഉള്ള സത്യം. അവരവിടെ വന്നപ്പം ഞാൻ മേളിൽ കയറി വന്ന കാരണം അതല്ല. അത് മഞ്ജു പറയുന്നത് ശരിയല്ല. മഞ്ജു പറയുന്നത് ഒരു കോടതിയുടെ മുമ്പിലാണ് മഞ്ജു സംസാരിക്കുന്നത്. ഇതൊരു TV പരിപാടിയല്ല, ഇതൊരു അദാലത്താണിത്, ഇതൊരു കോടതിയാണ്. മേഡം താമസിക്കുന്ന പോയ ആൾക്കാർ കാര്യങ്ങൾ മൊത്തം അവരാ നോക്കുന്നത്. അവര് എന്ന് പറയുന്നത് അവര് നിങ്ങളുടെ സഹോദരിയുടെ വീട്ടിൽ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും താമസിക്കുന്ന വീട്ടിൽ അവരുടെ മകൻ താമസിച്ചോട്ടെ മകൾ താമസിച്ചോട്ടെ, അവിടെ നിങ്ങൾ താമസിക്കുന്നു മകൾ ഒത്തുന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യം. ഞാൻ വേറെ എവിടെയും പോകാൻ നിർവാഹമില്ല. എന്നെ ഷെൽട്ടർ ഹോമിൽ നിർവാഹമില്ലാത്തതിന്റെ പേരിൽ ഭാര്യയുമായിട്ട് പിണങ്ങി കഴിയുന്ന ഒരു മനുഷ്യൻ, ഒരു മുതിർന്ന ഒരു മനുഷ്യൻ. 21 വയസ്സേ ഉള്ളൂ മേഡം എന്റെ ചെറുക്കന്. 21 വയസ്സാ. 21 വയസ്സായിക്കോട്ടെ. ആൺകുട്ടിക്ക് മഞ്ജു നീ മാറ്റി വിടാതെ 2 പിള്ളേര്. അപ്പൊ പിന്നെ അത് മൊത്തം തെറ്റല്ലേ? 21 വയസ്സ് വേണ്ടേ കല്യാണം കഴിക്കുന്നതിന്? പ്രായം ആൺകുട്ടിക്ക് 21 വയസ്സ് വേണല്ലോ. അതും അതിനേക്കാൾ ഏറ്റവും വലിയ പ്രശ്നമാണ്. അയാൾ കല്യാണം കഴിച്ചതാണോ? കല്യാണം കഴിച്ചു. ഇപ്പം 21 വയസ്സ്. എത്രാമത്തെ വയസ്സിലാണ് കല്യാണം കഴിച്ചത്? 23, 24, 25 വയസ്സ് കാണിക്കും. എനിക്ക് എനിക്ക് പ്രായം 28 വയസ്സ്. ഞങ്ങൾ തമ്മിൽ 5 വയസ്സിന്റെ വ്യത്യാസം. മഞ്ജു 21 വയസ്സ് ഇപ്പൊ ആവുന്നേ ഉള്ളെന്ന് പറഞ്ഞിട്ട് പിന്നെ 23, 24,
അയാൾക്ക് 10-28 വയസ്സ് കഴിഞ്ഞു. 28 വയസ്സ് കാണും. 28 വയസ്സ്. ഞാൻ പറഞ്ഞ 29. ഞാൻ 28-29 എന്നുള്ളത് അതെന്തിനാണ് മഞ്ജു അതിനകത്തൊരു കള്ളം? ആ ഏരിയ വരുമ്പോ ഞാൻ കല്യാണം പ്രായം കഴിച്ച എങ്ങനെ മാറും? നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സഹോദരി, നിങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന സഹോദരിമാരുടെ മക്കളുടെ പ്രായം അറിയാനൊക്കത്തില്ലേ? എന്റെ ചേച്ചിയുടെ മോൻ എത്ര വയസ്സായെന്ന് എനിക്കറിയാം. അല്ല, അതൊരു കൊച്ചു പയ്യനാണെന്ന് വരുത്തിട്ടേക്കാൻ അവരത് പറഞ്ഞു. എത്ര കൊച്ചു പയ്യനായിക്കോട്ടെ, എത്ര കൊച്ചു പയ്യനായിക്കോട്ടെ, ഇവിടെ സംഗതി അതല്ല മഞ്ജു. ആ ഒരു ഭാഗം വരുമ്പോൾ അവിടെ ഒരു തപ്പല് വരുന്നു. അത് നിങ്ങൾ ഒറ്റയ്ക്ക് ആ പയ്യനെ സംരക്ഷിച്ചുകൊണ്ട് താമസിക്കുകയാണ്. കുഞ്ഞ് അവിടെ മടത്തി താമസിച്ച് പഠിക്കുന്നു. കുഞ്ഞു മഠത്തിലല്ല, എന്റെ കൂട്ടത്തിലാ കുഞ്ഞ്. പഠിച്ചിട്ട് ഇങ്ങോട്ട് വരികയാണോ? അപ്പൊ അത് അതിനേക്കാൾ അപകടമാണ്. അപ്പൊ അത് ശരിയല്ല. ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്ക് അയാൾ കോടതി പോയാൽ അത് അയാൾക്ക് അനുകൂലമായിട്ട് തന്നെ വരും. ഇവര് സുബിനെ നോക്കി അവര് ആ ചെറുക്കനെ നോക്കിക്കട്ടെ. കൊച്ചിനെ ഞാൻ എന്റെ കൂടെ നിർത്തണ്ട, ഏതെങ്കിലും നല്ല കോൺവെന്റിൽ അവിടെ നിർത്തി പഠിക്കാം, നിർത്തിക്കോട്ടെ. ഇവർക്കും പോയി കാണാം, എനിക്കും പോയി. ഞാൻ വണ്ടി മറിഞ്ഞ് കിടന്നപ്പോഴേ എന്നെ ഒന്ന് കൊണ്ട് കാണിക്കാൻ പറഞ്ഞപ്പം എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ട്. വണ്ടി മറിഞ്ഞ് കിടന്നിട്ട് കരഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു കൊച്ചിനെ ഒന്ന് കണ്ടു കാണിക്കാൻ. എടാ അവള് സമ്മതിക്കത്തില്ല, ഇവർ ചേർത്ത് പറയാം സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ 2-ാം തീയതി എന്ന് പറഞ്ഞാൽ ഞാൻ കാണിക്കത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ കാണാൻ പറ്റുമോ നോക്കട്ടെ, നീ നോക്കടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ പിടിച്ചോണ്ടെന്ന് പറഞ്ഞാൽ കോടതി സംബന്ധമായിട്ട് കോടതിയുടെ മുന്നിൽ വെച്ച് നിയമത്തിന്റെ മുന്നിൽ വെച്ചാൽ കാണുകയെന്ന് പറഞ്ഞു. അല്ലാതെ ഞാൻ വലിച്ചോണ്ട് പറഞ്ഞാൽ എനിക്ക് അതുപോലെ എന്റെ ഓണർ പറഞ്ഞു സ്കോർപ്പിയോ പോയി പിടിച്ചോണ്ട് പാടാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു കാര്യം ചേട്ടാ മേഡം, എൻ്റെ സ്ഥലം, എനിക്ക് സ്ഥലമുണ്ട് അവിടെ 20 സെന്റ് സ്ഥലം. ഞാൻ വേറെ ആരുടെയും വീട്ടിൽ പോകുന്നില്ല, ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടത്തിലും പോകുന്നില്ല, എൻ്റെ കുഞ്ഞിനെ ഞാൻ എവിടെയും വിടുന്നില്ല. ഞാൻ എൻ്റെ കുഞ്ഞിനെ എൻ്റെ സംരക്ഷണയിൽ തന്നെ വളർത്തിക്കോളാം. എൻ്റെ സ്ഥലം അവിടെ കിടപ്പുണ്ട്. എൻ്റെ സ്ഥലത്തിൻ്റെ പുറത്ത് മേടിച്ചിരിക്കുന്ന പൈസ ഇങ്ങ് തന്നേക്കട്ടെ. ഞാൻ ആ പറമ്പിൽ ഒരു ഷെഡാണേലും വലിച്ചു കെട്ടി ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്ക് താമസിച്ചോളാം. അല്ല നിങ്ങൾ അത് മഞ്ജുവിന്റെ തീരുമാനമാണ് മഞ്ജു. അതെ, കാരണം എനിക്ക് വേറെ ഒരു പോക്കട ഇല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ ഒരു വീട് കടന്നു, ഞാൻ അതിൽ പോയി താമസിച്ചു. കാരണം പുള്ളിക്കാരന്റെ കൂടെ എനിക്ക് നിർവാഹമില്ല, എനിക്ക് എന്നെ കൊണ്ട് ഒരു നിർവാഹമില്ല പുള്ളിക്കാരന്റെ കൂടെ ജീവിക്കാൻ. അപ്പൊ സുബിന്റെ അവൻ കുടിക്കുന്ന എനിക്ക് കഴിഞ്ഞ ദിവസം ഞാൻ ആ വണ്ടി ഓടിച്ചപ്പോ ഇവൻ ക്യൂ നിന്ന് സാധനം നെറ്റിത്തോടി ക്യൂ നിന്ന് സാധനം മേടിക്കും ഞാൻ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം ചെറുപ്പം മദ്യപിക്കും, പക്ഷെ ഇതുപോലെ അതുപോലെയോ എന്നുള്ളതല്ലല്ലോ മഞ്ജു പ്രശ്നം. മഞ്ജു കള്ളങ്ങൾ പലത് പറയുന്നു. ആ ഒരു ഭാഗം വരുമ്പോ മഞ്ജു ഒരു കള്ളങ്ങൾ പറയുന്നു. ഇവിടുന്ന് പോയവരെ സത്യസന്ധമായിട്ട് അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായിട്ട് സംസാരിച്ചിട്ടാ വന്നിരിക്കുന്നത്. അയാളെ വളരെ നല്ലവനായിട്ട് ചിത്രീകരിക്കുന്നു. ആ പയ്യനെ പ്രൊട്ടക്ട് ചെയ്യാനും അവൻ നല്ലവനാണ്, അവൻ 28 വയസ്സുള്ളവനെ 21 വയസ്സാണ് പറയുന്നില്ല, ഞാൻ അവന് മദ്യപിക്കും. മദ്യപിക്കുന്നൊരിടത്ത് പ്രായമായ ഒരു കൊച്ചു നിങ്ങളൊരു ചെറുപ്പക്കാരിയും അവിടെ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത്? എന്ത് കാര്യത്തിലാണ് ന്യായീകരിക്കുന്നത്? വേറെ നിങ്ങളുടെ പ്രായമായ അമ്മ ഒറ്റയ്ക്കല്ലേ താമസിക്കുന്നത്? അമ്മ ഒറ്റയ്ക്കല്ല മേഡം, അമ്മയുടെ കൂട്ടത്തിൽ അനീത്തിയുണ്ട്. അമ്മേനെ നോക്കുന്ന ഇപ്പൊ അനീത്തിയും അനിയനുമാണ് നോക്കുന്നത്. ആയിക്കോട്ടെ, പറ്റത്തില്ല. അവിടെ ഒരു 5 സെന്റ് പോലും ഇല്ല ആ സ്ഥലം. ആ ഒരു കുഞ്ഞു വീടിനകത്ത് ഈ 3 പിള്ളേരും അമ്മയും, അമ്മയ്ക്ക് വയ്യാത്ത ഈ അമ്മയും, ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ട് എങ്ങനെ പോയി നിൽക്കും? അതൊരു കോളനിയും കൂടെയാ. നിങ്ങളിപ്പോ ഈ മദ്യപാനം എന്നെ കൊണ്ട് ഒരു നിർവാഹമില്ല, കോളനിയിൽ എനിക്ക് ഇഷ്ടവുമല്ല താല്പര്യമല്ല കുഞ്ഞിനെ നിർത്തുന്നത്. അപ്പൊ അതിന്റെ ഒരു അത് പിന്നെ നിങ്ങളുടെ അന്തരീക്ഷം എന്താണെന്ന് നിങ്ങൾക്ക് അറിയുള്ളൂ. നമ്മൾ ഈ പറയുന്ന ഈ കേൾക്കുന്ന കാര്യങ്ങൾക്കകത്തുള്ള അതൊരു കോളനിയാണ് മേഡം, അടുത്തടുത്തുള്ള ഒരു വീട്. ഇതിനകത്ത് 4 പിള്ളേര്, മൊത്തം 5 അംഗങ്ങൾ അതിനകത്ത്. എന്റെ പൊന്നു മേഡം, ഞാൻ ഈ മനുഷ്യൻ അവിടെ ഉള്ളിടത്തോളം ഞാൻ അതിനകത്ത് താമസിക്കത്തില്ല. അല്ല മഞ്ജു സംസാരിക്കുന്നത്, നമ്മൾ സംസാരിച്ചു വരുന്നത് ഒരു കാര്യം നല്ല രീതിയിൽ അവസാനിപ്പിക്കണമെന്നേ ഉള്ളൂ. നമുക്ക് മഞ്ജുവിന്റെ ബുദ്ധിമുട്ടുകളും ഇയാൾ ഉപദ്രവിച്ചിട്ടുള്ളതും ഇയാൾ സംസാരിച്ചിട്ടുള്ളതും തെറികളും എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായി, നമ്മളത് അംഗീകരിക്കുന്നു, സമ്മതിക്കുന്നു. അവിടെയുള്ള പല ആൾക്കാരും ചോദിച്ചപ്പോൾ നിങ്ങൾ ഈ മദ്യപാനവും ഉപദ്രവവും, മദ്യപിച്ച് ഉപദ്രവിക്കുക, മദ്യപിച്ച് പ്രസന്നമായിട്ട് വരാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. മദ്യപിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വൈരാഗ്യം വരുന്നു, നിങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾ ഉപദ്രവിക്കുന്നു. അതാണ് ഇപ്പം ഏറ്റവും വലിയ പ്രശ്നം. ഈ മദ്യപിച്ച് കഴിയുമ്പോഴേ ശല്യം ഉണ്ടാകുന്നു. അത് ചികിത്സിച്ച് നിങ്ങൾ ഭേദമാക്കാൻ നിങ്ങൾ തയ്യാറാണോ? അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. മദ്യപിക്കാതെ നിങ്ങൾ വളരെ ഒരു വർഷം ഞാനത് കേൾക്കാൻ തയ്യാറാണ്. ഞാൻ പറയുന്ന രീതിയിൽ ഇവർക്ക് ആ രീതി അപ്പം പിന്നെ നമുക്ക് പറയാം. നിങ്ങളത് ആദ്യം നിങ്ങളുടെ കാര്യം പറയുക. മദ്യപാനത്തിനെതിരായിട്ടുള്ള ചികിത്സ ഇവിടെ നമ്മുടെ സൈക്കോളജിസ്റ്റ് അതിന് വേണ്ട ഉപദേശം നിങ്ങൾക്ക് തരും, കൗൺസിലിംഗ് തരും. അതിന്റെ ട്രീറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ അതിന് മഞ്ജുവും സഹകരിക്കണം. കാരണം ഭാര്യയുടെയും കൂടെ സഹകരണത്തോടു കൂടിയേ. മേഡം ഞാൻ സഹകരിക്കത്തില്ല, കാരണം ഞാൻ പല രീതിയിലും നോക്കി, എനിക്കിനി പറ്റത്തില്ല. ഞാൻ മദ്യപാനത്തിന് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയി വർഷം ഇത് കെട്ടിയ ആ വർഷം തുടങ്ങി 13 കൊല്ലമായിട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. സെന്റ് ജോൺസ് ഹോസ്പിറ്റലിലാണ് കൊണ്ടുപോയത്. അവിടെ ഈ ഒസാഡിന്റെ ഇവര് തന്നെ ചൈൽഡിൽ കൊണ്ട് പിന്നെ പരാതി കൊടുത്തതിന്റെ പേരില്
അവർ തന്നെ കൗൺസിലിങ്ങിനും കാര്യങ്ങൾക്കെല്ലാം വിളിച്ചിട്ട് പുള്ളിക്കാരനെ കൊണ്ടുപോയതാണ്. പുള്ളിക്കാരൻ ട്രീറ്റ്മെന്റ് എടുക്കത്തുമില്ല. ട്രീറ്റ്മെന്റ് എടുത്താലും മാഡം എനിക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തോട്ടെ, എവിടെയെങ്കിലും നന്നായിട്ട് ജീവിച്ചു. ഞാനുള്ളത് പുള്ളിക്കാരന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനുള്ളപ്പോഴാണ് മദ്യപിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല. പല സ്ഥലത്തും അതായത് ഇവര് കൊണ്ടുവന്ന പഞ്ചായത്തില് ഓരോ കമ്മിറ്റി ഉണ്ട്, ഇവരുടെ പാർട്ടി കമ്മിറ്റി, അവിടെയൊക്കെ ചെന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞേക്കുന്നത് എന്റെ ഈ വീട് എന്റെ ആങ്കൊച്ചിനുള്ളതാണ്, ഞാൻ രണ്ടാമത് കിട്ടുമ്പോൾ എനിക്കൊരു ആങ്കൊച്ചുണ്ടാകും, ആ കുഞ്ഞിനുള്ളതാണ്. അതിന്റെ പേർക്ക് ഞാൻ പറഞ്ഞു അതൊക്കെ വിട്ടേരെ മഞ്ജു, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആൾക്കാര് പലരും പറയുന്നതിനെ നമ്മൾ പറയേണ്ട രവികുമാർ താമസിക്കുന്ന നിങ്ങളും വിജേഷും നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന വീട്ടിൽ അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ ഇപ്പൊ താമസിക്കുന്ന നിങ്ങളുടെ ചേട്ടത്തിയുടെ മകൻ വന്നു പോകുന്നു, വെളുപ്പിന് അയാൾ എണീറ്റ് പോകുന്നു എന്ന് നിങ്ങളുടെ പരിസരത്തുള്ളവർ പറഞ്ഞിട്ടാണ്. ഞങ്ങൾക്കറിയില്ല, ഇവിടുന്ന് പോയ ടീമിനോട് ആ പരിസരത്തുള്ളവർ പറഞ്ഞതാണ്. അയാളുടെ മദ്യപാനമൊക്കെ അവർ സമ്മതിക്കുന്നു. നല്ല അധ്വാനിയാണ്, നല്ല രീതിയിൽ വീടും വെച്ചു കാര്യങ്ങളും വെച്ചു, എല്ലാം ഉത്തരവാദിത്വം ഉണ്ട് അവന്, വേറെ ഒരു കുഴപ്പമില്ല. മദ്യപിക്കുമ്പോൾ അവൻ ഉപദ്രവിക്കുക അശ്ലീലം പറയുകയും ചെയ്യുക, ആ ഒരു പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ യാതൊരു കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു അവസ്ഥയിൽ എന്ന് വെച്ചാൽ ഈ ഒരു കഥാപാത്രം വരിക, വെളുപ്പിനെ എണീറ്റ് പോവുക, മോശം അഭിപ്രായമില്ല, അവർക്ക് വേറെ ആർക്കും മോശം അഭിപ്രായമില്ല. കാരണം ഒരു മകന്റെ സ്ഥാനത്തുള്ള ഒരു പയ്യനാണ്, മോശം അഭിപ്രായം എന്നുള്ളതല്ല. നേരം വെളുത്തു കഴിഞ്ഞിട്ട് എല്ലാരും കാണാൻ പോയാലും കുഴപ്പമില്ല. അപ്പൊ അങ്ങനെയുള്ള വാർത്തകളാണ് നിങ്ങളെ കുറിച്ച് കേൾക്കുന്നത്. നിങ്ങളിപ്പോ അയാളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, അയാള് പെണ്ണുപിടിയനാണെന്നോ വേറെ പിന്നെ ധൂർത്തനാണെന്നോ ഇതൊന്നും അറിയും. അയാൾക്ക് ഉള്ള ഒരു ദുസ്വഭാവം ഈ മദ്യപിക്കുമ്പോൾ അയാൾ മറ്റൊരാളായിട്ട് മാറുന്നു, അയാൾ ഉപദ്രവിക്കുന്നു, പ്രകോപിതനാകുന്നു. അതൊരു ഇഷ്യൂ തന്നെയാണ്. അതില്ലാന്ന് പറഞ്ഞ ആ സമയം അതിന്റെ ഉപദ്രവങ്ങൾ മുഴുവൻ നിങ്ങൾ സഹിച്ചിരിക്കുകയാണ്. കാർക്കിച്ച് തുപ്പുകയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു സ്ത്രീക്കും സഹിക്കാനൊക്കാത്ത കാര്യങ്ങളാണ്. പക്ഷെ അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കാൻ അയാൾ ഇതുവരെ തയ്യാറായിട്ടില്ല. നിങ്ങൾ തയ്യാറാകണം വിജേഷ്, നിങ്ങൾ ആ ട്രീറ്റ്മെന്റ് എടുക്കണം. ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. അതിന് നിങ്ങൾ തയ്യാറാണോ എന്ന് ആദ്യം പറയാം. നിങ്ങളെ കുറിച്ച് അല്ലാതെ ഒന്നും പറഞ്ഞു, നിങ്ങൾ ലോഹ്യമായിട്ട് സ്നേഹമായിട്ടും ഒക്കെ നിൽക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ 13 വർഷം ജീവിക്കാനൊക്കെ നമുക്ക് ഇയാളിൽ കാണാനുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ താമസിക്കത്തില്ലല്ലോ മാഡം. ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ചെറുക്കം വന്നു പോകുന്നു പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിൽ ആണെങ്കിലും അല്ലെങ്കിലും എന്റെ ചെറുക്കൻ, അതായത് ഞങ്ങളുടെ സുബിൻ എന്നാ പേര്, അവൻ പുള്ളിക്കാരൻ അടിക്കുമ്പോഴൊക്കെ ഓരോ കാര്യത്തിനും രാത്രി 1 മണി സമയത്തൊക്കെ ഇവനെ വിളിക്കുന്നതാണ്. ഞങ്ങള് വിളിച്ചു വരുത്തുന്ന പുള്ളിക്കാരന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതാകുമ്പോ ഇവനാണ് വന്ന് ഞങ്ങളെ രക്ഷിച്ചോണ്ട് പോകുന്നത്. ചെറുക്കൻ മഞ്ജു ഇതൊന്നും ഇയാള് പറഞ്ഞതല്ല, ഇവിടെ അതിനെപ്പറ്റി പറഞ്ഞതാണെങ്കിലും അല്ലെങ്കിലും അതും വെറും ചീറ്റിങ്. ആയിക്കോട്ടെ, അയാളൊന്നും പറഞ്ഞിട്ടില്ല. നാട്ടുകാരാ ചീറ്റിങ്. എന്റെ നാട്ടുകാർ ആര് പറഞ്ഞു മാത്രം എന്റെ പറയാൻ പറ്റും. ചില കാര്യങ്ങൾ ഇപ്പൊ ആര് പറഞ്ഞു എങ്ങനെ പറയാൻ പറ്റും? എന്റെ നാട്ടുകാർ പറഞ്ഞെന്ന് പറഞ്ഞല്ലോ. ആ ചെറുക്കം വരുന്നു, ഇവരാരും എന്റെ വീട്ടിൽ ഇതേ അയലോക്കംകാർ വന്നു കഴിഞ്ഞാല് നീ അവന്റെ കൂട്ടത്തിലാ, നീ ഇവന്റെ കൂട്ടത്തിൽ പോ, നീ അവൻ വന്ന് നിന്നെ വന്ന് ഇപ്പം കള്ളു കുടിച്ചിട്ട് അയ്യോ ഇവൻ എന്നെ ഇങ്ങനെ തല്ലുവാ, അപ്പൊ എന്നെ എന്നാ മാറ്റിവിടാന്നോർത്ത് കയറി വന്നു കഴിഞ്ഞാല് നീ ഇപ്പൊ അവന്റെ കൂട്ടത്തിലാ എന്ന് പറയുന്നത് കൊണ്ട് ഞങ്ങളുടെ ചെറുക്കൻ ഞങ്ങളെ രക്ഷിക്കാൻ ഓടി വരുന്നത്. ഞങ്ങൾക്ക് ആ ചെറുക്കനേ ഉള്ളൂ. കാരണം ആങ്ങളെ ഇല്ല, അപ്പനും ഇല്ല. ചേട്ടന്മാര് വന്നു കഴിഞ്ഞാൽ ചേട്ടന്മാരെ കൂട്ടി പറയും. ഇപ്പോഴത്തെ നിങ്ങളുടെ താമസം 4 മാസമായിട്ടുള്ള ഈ താമസവും അവിടെ നിന്നുള്ള ആ കുട്ടിയുടെ പഠിത്തവും അത് ശരിയല്ല. അതിന്റെ കാര്യങ്ങളെ കുറിച്ചാണ് തീരുമാനം ഉണ്ടാക്കേണ്ടത്. നിങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നത് എനിക്ക് എന്റെ കുഞ്ഞിനെയും കൊണ്ട്, എന്നാലും ഞാൻ പുള്ളിക്കാരന്റെ എന്റെ കുഞ്ഞിന്റെ പേർക്ക് അത് എഴുതി കൊടുക്കും. അത് അവരുടെ ഇഷ്ടം. കാരണം ഞാൻ കൊണ്ടുപോയ മുതല് അത് ഇപ്പൊ എന്റെ വീട്, എനിക്ക് 20 സെന്റ് സ്ഥലമുണ്ട്. എനിക്ക് അവിടെ വീട് വെച്ച് എനിക്ക് താമസിക്കണം. ഞാൻ ഏതെങ്കിലും ഇപ്പൊ ഈ വർഷം ചെന്നാലും ഞാൻ രണ്ട് പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് മറിച്ചാണ് ഞാൻ എന്റെ കുഞ്ഞ് പറയുകയും ചെയ്തത്. അമ്മ 4 തൂണും വെട്ടി, കാപ്പിക്കമ്പും വെട്ടി, 2 പ്ലാസ്റ്റിക്കും മേടിച്ച്, ആസ്പെറ്റസ് ഉണ്ടെങ്കിൽ മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് പുല്ല് ചെത്തിയിടാം. നമ്മൾ ആദ്യം അങ്ങനെയല്ലേ ജീവിച്ചേ. അതുപോലെ നമുക്ക് ഈ അമ്മയുടെ പറമ്പിൽ താമസിക്കാം. ഞങ്ങളുടെ വീടിന്റെ അടുത്ത്, ഇത് ചേച്ചിയുടെ ഒക്കെ വീടിന്റെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പറമ്പാ. അത് ഓഹരിയാണ് ഞങ്ങളുടെ. ആ ഓഹരി അടുത്തടുത്തുള്ള സ്ഥലങ്ങൾ, അവിടെ എല്ലാം അടുത്തടുത്ത് തന്നെയാ വീട്. അടുത്തടുത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി അകലെയല്ല, അധികം അടുത്തും അല്ലാതെ അങ്ങനെ 10 സെന്റ് 30 സെന്റ് 50 സെന്റ് അങ്ങനെ. ആ വസ്തു എന്റെ പേര് തരാതിരിക്കാൻ കാരണമുണ്ട് സാറേ. പുള്ളിക്കാരൻ എപ്പോഴും വിറ്റിട്ട് ആദ്യമൊക്കെ പുള്ളിക്കാരൻ ഏത് പാട്ടം വെപ്പിക്കുമ്പോൾ എന്നോട് പറയും, ഒറ്റയും പാട്ടമാണ് കൂടുതലും വെപ്പിക്കുക, വെച്ചിട്ട് കാശ് വേണം, കാരണം വാഹനം എടുക്കണം, മറിച്ച് കൊണ്ടുപോയി ഇങ്ങനെ വാഹനത്തിന് CC അടയ്ക്കണം, പുതിയ വണ്ടി എടുക്കണം, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കിന് പൈസ മേടിക്കുമ്പോൾ ഈ സ്ഥലം കൊണ്ട് വെക്കും. അപ്പൊ ഇത് വെച്ച് ലാസ്റ്റ് പുള്ളിക്കാരൻ പറഞ്ഞു, ചേച്ചി എന്നാ ഈ സ്ഥലം വിലക്കെടുത്തു, എനിക്ക് പൈസ തന്നോളാൻ പറഞ്ഞു. അപ്പൊ എന്നും ഞാൻ ഈ അടിയും വഴക്കും ഇങ്ങനെ ഓടിച്ചെന്നതും ഹോസ്പിറ്റലിൽ പോകും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിമാര് പറഞ്ഞു, അമ്മ അവളുടെ വീതം അവളുടെ പേർക്ക് എഴുതാൻ വരട്ടെ,
പേർക്ക് അവളുടെ പേർക്ക് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ വിജേഷ് അടിച്ച് തന്നെ അവളെ കൊണ്ടത് വിൽപ്പിക്കും. പുള്ളിക്കാരൻ ഒത്തിരി അടിച്ചിട്ട് കൊണ്ട് വിറ്റിട്ട് വാ നമുക്ക് അത് കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടെ എങ്ങാനും സ്ഥലം മേടിക്കാം, അല്ലെങ്കിൽ അന്നേരം ഞാൻ പറഞ്ഞു എന്നാൽ അവിടുത്തെ വിറ്റിട്ട് അതും നോക്കി അവർ അതും പ്ലാൻ ചെയ്തു. ഇവിടുത്തെ വിറ്റ് തരാം, വിജേഷ് അവിടെ എവിടെയെങ്കിലും 5 സെന്റ് സ്ഥലം നോക്കിയോ നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്ത് കിടന്ന് എൻ്റെ പെണ്ണിൻ്റെ പേർക്ക് അത് ഞാൻ എഴുതി തരത്തുള്ളൂ, എൻ്റെ കൊച്ചിൻ്റെ പേർക്ക് ഇപ്പോൾ ഒന്നുമില്ല. അവരങ്ങനെയാണ് പറഞ്ഞത് ചേച്ചിയൊക്കെ, ഞങ്ങളുടെ പെണ്ണിൻ്റെ പേർക്ക് ഒന്നുമില്ല, നിങ്ങൾ ആ ഒരു രേഖ പോലും ആ പെണ്ണിൻ്റെ പേർക്ക് കാണിക്കാതെ ആ പെണ്ണിനെ കൊണ്ട് അവിടുന്ന് ഇവിടുന്ന് എല്ലാം കടം എടുപ്പിച്ച് പെരയും വെപ്പിച്ചു. ഇപ്പം ഇതും കൂടെ വിറ്റ് നിങ്ങളുടെ കൈ കൊണ്ട് തന്ന നാളെ എൻ്റെ പെണ്ണ് എവിടെ ചെന്ന് ഇറങ്ങി നിൽക്കും എന്ന് ചോദിച്ചുകൊണ്ടാണ് ഇന്ന് ഞാനത് എൻ്റെ പേർക്ക് അതപ്പം അവര് പറഞ്ഞ പോലെ അവര് നല്ല ഐഡിയ ആണ്. അത് വിറ്റിട്ട് നിങ്ങളുടെ സ്ഥലം നേരത്തെ നോക്കി വെച്ചിട്ട് ഒരു 5 സെന്റ് ഇവിടെ നിങ്ങളുടെ ആ ഭാഗത്ത് തന്നെ അവരുടെ പേര് വാങ്ങിക്കണം. അതിനി വേണ്ട മാഡം, അതായത് ഇനി മേടിക്കുന്നുമില്ല. എനിക്ക് എന്റെ ആ ഒറ്റ വെച്ചേക്കുന്ന പൈസ അങ്ങ് തന്നേച്ചാൽ മതി. മേടിച്ചിരിക്കുന്ന ചേച്ചിമാരെല്ലാം കെട്ടിയേക്കുന്നത് പെണ്ണുമ്പിള്ള വീട്ടാ കിടക്കുന്നത്. അല്ല മാഡം, എല്ലാരും അവരവർ ഒരു ചേച്ചി മാത്രം, എല്ലാം പാവപ്പെട്ട വീട്ടിലെ ചേട്ടന്മാരെ ഞങ്ങളുടെ കുടുംബത്തിൽ വന്ന് എല്ലാം പുള്ളിക്കാരനെ പോലെ ഇങ്ങനെ എല്ലാം പാവപ്പെട്ടെന്ന് പറഞ്ഞാൽ തീരെ കൂലിപ്പണി ചെയ്തോണ്ടിരിക്കുന്ന കുടുംബത്തിൽ നിന്ന് അതൊരു വിഷയമല്ല. അവരധ്വാനിച്ച് അവരുടെ കുടുംബം നോക്കുന്നു. അതൊരു വിഷയമല്ല. താമസിച്ചാ ഒരുമിച്ച് സന്തോഷമായിട്ട് അവർ താമസിക്കും. അല്ല, കാരണം എന്നാ ചോദിച്ചാ അത് ഒരേ പറമ്പ് ഞാൻ പോയി വിൽക്കാന്ന് പറഞ്ഞ നടക്കുവോ മേഡം? ഇതൊക്കെ ചുമ്മാ പൊളി പറയുന്നതാണ്. അത് എന്റെ പേരിൽ എഴുതി തന്നു കഴിഞ്ഞാൽ അത് മസ്റ്റ് ആയിട്ട് എനിക്കറിയാം. അതെനിക്ക് എഴുതിയത് ഇപ്പൊ ഞാൻ എന്നിട്ടും അമ്മ പറഞ്ഞു വിജേഷ് 10,000 രൂപ ഉണ്ടാക്കിക്കോളൂ വാ. ഞാൻ വില്ലേജിലെല്ലാം ചെന്ന് അന്വേഷിച്ചു. വില്ലേജിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു പേരിലാക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോ 15,000 രൂപ പുള്ളിക്കാരൻ ഉണ്ടാക്കി. അതും ഞങ്ങള് ഉണ്ടാക്കി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി എഴുതിയാൽ അത് നിങ്ങളുടെ പേരിൽ എഴുതിച്ചിട്ട് പിന്നെ കുട്ടിയുടെ പേരും നിങ്ങളുടെ പേരിലും എഴുതിച്ചിട്ട് അത് നിങ്ങൾ ബാങ്കിൽ പണയം വെച്ച് ഒരു ലോൺ എടുത്ത് വീട് വെക്കാൻ നോക്കുക. അപ്പൊ അത് അവിടെ ഇരിക്കുമല്ലോ, മാസം അടച്ചു പോയാൽ മതിയല്ലോ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നോ. ആ പ്രമാണം കൊണ്ട് വെച്ചിട്ട് കുറച്ച് പൈസ എടുത്ത് അത്യാവശ്യം ഇതുള്ള ഒരു വീട് വെക്കാം. അത് അവിടെ നിൽക്കട്ടെ, നമുക്കത് ചെയ്യാം. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, എന്തെല്ലാം അച്ഛനെ കുറിച്ച് നമ്മൾ ആ കുട്ടിയോട് പറഞ്ഞ് പറഞ്ഞിട്ടില്ല മാഡം, പറയില്ല. ആ കുട്ടി അത് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങൾ സംസാരിക്കുന്നതും വീട്ടുകാർ സംസാരിക്കുന്നതൊക്കെ ഈ ദുരിതങ്ങളെ പറ്റി ആയിരിക്കുമല്ലോ. അത് പറഞ്ഞ് ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പൊ അച്ഛനെ കുറിച്ചൊരു വെറുപ്പുണ്ടായിരിക്കാം. പക്ഷേ ഒരു പ്രായം കഴിയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ അച്ഛനെ എന്നിൽ നിന്ന് അകറ്റി എന്ന് തന്നെ ആ കുട്ടി പറയും. അതിന് യാതൊരു സംശയവും ഇല്ല. അങ്ങോട്ട് തന്നെ ചായ്വ് വരും. അത് നോക്കുമ്പം അയാളുടെ പെരയിൽ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല, നല്ലൊരു വീട് വെച്ച് അവിടെ താമസിച്ച ഒരു മനുഷ്യനാണ്, അധ്വാനിയായിരുന്നു. അച്ഛൻ ഇങ്ങനെ ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരുന്നു. അത് സ്നേഹപൂർവ്വം മാറ്റിയെടുക്കാനുള്ള ശ്രമം നിങ്ങളുടെ വീട്ടുകാരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. ഇത് ദേഷ്യപ്പെട്ടും പിന്നെ അനാവശ്യങ്ങൾ പറഞ്ഞും ഒന്നും ഇത് മാറ്റാൻ പറ്റുന്നൊരു സംഗതിയല്ല. ഇത് സ്നേഹപൂർവ്വം മാറ്റിയെടുക്കാനേ പറ്റൂ. അതിന് ബന്ധുക്കൾ നിങ്ങൾ ഒരുമിച്ച് കഴിയണമെന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന ബന്ധുക്കളാണെങ്കിൽ അവരത് ചെയ്യുമായിരുന്നു. ആ ഒരു പെൺകുഞ്ഞിന്റെ ഭാവി ഓർത്ത് നമുക്ക് അവരെ വിളിക്കും. മാഡം, ഇത് മഞ്ജുവിന്റെ 2 സഹോദരിമാരാണ്, ലിസിയും ജൈനമ്മയും. ഇവിടെ അദ്ദേഹം അച്ഛൻ ബാബുരാജൻ. തങ്ങളുടെ സഹോദരൻ പേര് ഷാജി. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ്. എന്താണ് സാർ നിങ്ങളുടെ അഭിപ്രായം? ഇത് എങ്ങനെ ഒരു ജീവിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു? മേഡം, ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വെച്ചാൽ നമ്മളല്ല അവരല്ലേ തീരുമാനിക്കേണ്ടത്. നമുക്ക് അവരുടെ പാളിച്ചകൾ പറ്റിപ്പോയി. പിന്നെ വിജേഷിന്റെ ഭാഗത്ത് ചില പാളിച്ചകൾ പറ്റി, അത് ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റാത്ത ചില ചുറ്റുപാടുകൾ ഉണ്ടായി. പക്ഷെ ആ കുഞ്ഞിന്റെ ഭാവി ആലോചിച്ചുള്ള തീരുമാനങ്ങളല്ലേ എടുക്കേണ്ടത് എല്ലാരും, അല്ലേ? ഒരു പെൺകുട്ടിയാണ്, അതിന് ഈ ഭാവിയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അച്ഛനും അമ്മയും ഒന്നിച്ചു നിന്ന് നടത്തേണ്ട കാര്യങ്ങളാണ് ഇനി അങ്ങോട്ട് ജീവിതത്തിൽ. സ്കൂളിലായാലും മറ്റുള്ള കുട്ടികളുടെ രക്ഷകർത്താക്കൾ ഒരുമിച്ച് വരുമ്പം ഈ കുട്ടി ഇനി എന്തെല്ലാം കാരണങ്ങൾ അമ്മ പറഞ്ഞാലും അതിന്റെ മനസ്സിൽ അതിങ്ങനെ പോറലായിട്ട് കിടക്കും. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഹീറോ എന്ന് പറയുന്നത് അവളുടെ അച്ഛനാണ്. അപ്പോ അയാളുടെ ഭാഗത്തു നിന്നുള്ള പല പിഴവുകളും ഒക്കെ അതിന് വലുതായിട്ട് മനസ്സിലാവില്ല, പേടി മാത്രമേ ഉള്ളൂ. പക്ഷെ കുറെ കഴിഞ്ഞു കഴിയുമ്പോൾ അച്ഛൻ വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവും. ഇദ്ദേഹം ഇത് നേരത്തെ കല്യാണത്തിന് മുമ്പ് മദ്യപിക്കുമായിരുന്നു? ഇല്ല, വിവാഹത്തിന് ശേഷമാണ്. അത് ചീത്ത കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിരിക്കാൻ സാധ്യത. ഇടയ്ക്ക് വിജേഷ് പറഞ്ഞു അവർക്ക് ദുബായിലോ കുവൈറ്റിലോ പോകാനുള്ള നല്ലൊരു അവസരമൊക്കെ കിട്ടിയതാണ്. കിട്ടിയായിരുന്നു, അത് നശിപ്പിച്ചു. ഇത് വിജേഷിന്റെ മകളെ കാണാറുണ്ടോ? മേഡം, ഞാൻ ഇന്ന് വന്നു. മേഡം, ഇവര് മറച്ചു പിടിച്ചിട്ടുണ്ടോ കൊച്ചിനെ? അറിയാം, എനിക്ക് ഭയങ്കര സങ്കടം. പറയും എന്റെ മോന്റെ കൊച്ചിനെ ഇവർ മറച്ചു പിടിച്ചിട്ടുണ്ട്. ഞാൻ വിളിച്ചിട്ട് ആ കൊച്ചു വന്നില്ല. ആ ക്ലാസ് എടുത്ത് കൊച്ചാക്ക് ആ കൊച്ചിനെ പേടിപ്പിച്ച് നടത്തിയത് ഇവരറിയോ? 4 മാസമായിട്ട് ഇവര് സെന്റ് ജോസഫ് കോട്ടയത്ത് കൊണ്ട് നിർത്തി. ആ കൊച്ചിനെ ചൈൽഡുകാരും കൂടെ ഏറ്റെടുത്ത് അവർ കൊച്ചിനെ വിടുകയായിരുന്നു. ഇവർ ഞങ്ങളെ ഇട്ട് കാണിക്കുന്നത് കൊച്ചിനെ ഞങ്ങളുടെ തരത്തു ഞങ്ങളെ വേണ്ട പെങ്കൊച്ചല്ലേ തരണ്ട, അവർ കോൺവെന്റിൽ കൂടെ ചേരട്ടെ, ഞങ്ങൾക്ക് കാണാമല്ലോ, അവർക്കും കാണാമല്ലോ.
ഇത് ദൂരെയൊക്കെ കൊണ്ട് ഇത് കാണിക്കും. ഞങ്ങൾ കാണാൻ മേലത്തത്ത് കോട്ടയത്ത് കൊണ്ട് കിടത്തി ഞങ്ങൾ എങ്ങനെ പോയി കാണും? ഒന്നായി ഞാൻ പ്ലസ് വന്ന് തളർന്നു പോകാനുമാണ്. എൻ്റെ പെണ്ണും വിളിക്കാൻ സോറിയാസിൻ്റെ അസുഖം. അതിന് ശരീരം കണ്ടു കഴിഞ്ഞാൽ സത്യം പറയാൻ സങ്കടം തോന്നറിയോ? ഈ കോഴിയുടെ തൊലി പൊളിച്ച് വെച്ചേക്കുന്നത് ദേവം മൊത്തം ഇരിക്കുന്നത്. ഇവരുടെ വീട്ടിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളം ഞങ്ങൾ പോയിട്ടില്ല, രണ്ടുപേരും. ഞങ്ങളുടെ കഴിയുന്നു, ഞങ്ങളുടെ മാന്തോന്ന് കഴിയുന്നു. ഇവരുടെയൊക്കെ 10 രോഗം ഞങ്ങൾ ഇന്നും കൊടുത്തിട്ടില്ല, അറിയോ? എൻ്റെ 2 മക്കളുണ്ട്, എനിക്ക് 2. ഒരുത്തരാണെങ്കിൽ കുറച്ച് കരട്ട് താമസിക്കുന്നത്. അവൻ്റെ വീടും ഞാൻ പോകില്ല, പിന്നെ വീടിൻ്റെ വീട്ടിലും പോകില്ല. എന്നെ വെച്ചാൽ അവർ കഴിഞ്ഞോട്ടെ, നമുക്ക് എന്നെ തന്നെ, നമുക്ക് പറ്റും, ഞങ്ങൾ കഴിയുന്നു. ആ കൊച്ചനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും കാണുമ്പോൾ സങ്കടം ഉണ്ടറിയോ? ആ കൊച്ചിനെ കാണിക്കാം, അങ്ങനെ ഒരു കൊച്ചിനെ കാണിക്കാന്ന് പറഞ്ഞ മേഡം അങ്ങനെ ഇവർക്ക് ഇവരോട് ഞാൻ വരത്തില്ലായിരുന്നു. ഇവരോടെല്ലാം മാറി മാറി പറഞ്ഞു എന്നെ കൊച്ചിനെ ഒന്ന് കണ്ട് കാണിക്കും, കാണിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ കോടതി കണ്ടോളാന്ന് പറഞ്ഞു. ചോദിച്ചു നോക്കട്ടെ, ഇവരോട് മാറി മാറി പറഞ്ഞു. ഓരോ ചേട്ടന്മാരും ചേട്ടത്തിമാരും ഫോൺ എടുത്തിട്ട് അവള് തന്നു കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ 2ാം തന്തര കൊച്ചില്ലെന്ന് പറഞ്ഞാൽ അതൊക്കെ മാനിച്ച. അല്ലെങ്കിൽ ഞാൻ ഇവിടെ പോലും വരത്തില്ലായിരുന്നു. അങ്ങനെ ചെയ്തത് മേഡം വിളിച്ചിട്ട് പറയുന്ന ചീത്ത വർത്താനം കൊച്ചു ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പാടെ അല്ല അത് പറഞ്ഞിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കൊച്ചു കുഞ്ഞു ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. കുഞ്ഞിന് കാണുന്നുണ്ടെങ്കിൽ സുബിൻ ചേട്ടായി കൊണ്ടുപോകും. കുഞ്ഞിന് സ്വയം ചിന്തിക്കാനും തീരുമാനം എടുക്കാനുള്ള പ്രായമായില്ല. ഞാൻ അവളെ പിടിച്ചു. ഞാൻ ഇന്ന് വരെ കൊച്ചിനോട് പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ ഇരിപ്പുണ്ടല്ലോ. മണിപ്പുഴ കൊണ്ടാക്കിയത് ഞാൻ മരിച്ചു കുട്ടിയോട് സംസാരിക്കുകയും ചെയ്യും ഇവര്. അതിന്റെ ഫോട്ടോ എല്ലാം ഉണ്ട്, വീട്ടിലുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ട് കരളി കൊണ്ട് ഇവിടെ കൊണ്ടുവന്നങ്ങണ്ട് പിന്നെ കേസ് ചാർജ് ചെയ്തേക്കിന് പപ്പ വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഉമ്മ ചക്കര ഉമ്മ എന്നൊക്കെ പറഞ്ഞ് പപ്പായും മമ്മിയും പറഞ്ഞു വെച്ചാൽ ഞാൻ അന്നേരം ചോദിച്ചു വേറെ എവിടെയെങ്കിലും ഇവര് ആപ്പ് കൊണ്ടാ വെക്കുന്നുണ്ടോ നോക്കും മാനേന്ന് പറഞ്ഞു. അത് അതുപോലെ തന്നെ ഇവര് ചെയ്യുവാ ചെയ്തേ. അല്ല കൊച്ചിനെ അവര് കേസിന്റെ പുറകെ പോവാ ചെയ്തത്. എന്ത് കേസ്? കോടതി കൊണ്ട് കേസ് കൊടുക്കും. കുഞ്ഞിനെ അച്ഛനെ കാണിക്കാൻ പറ്റുള്ളൂ. ഈ മനുഷ്യൻ അവിടെ വന്നാൽ എന്റെ ഭർത്താവ് അവിടെ വന്ന് കണ്ടതാ. എവിടെ? വീട്ടിൽ വന്ന് ഞങ്ങള് പോയതിന്റെ പുറകെ പുള്ളിക്കാരൻ അവിടെ വന്നു, വീട്ടിൽ വന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് കൊച്ചിനെ അല്ല 5 മാസം മുമ്പ് 4 മാസം മുമ്പ് 4 മാസം മുമ്പത്തെ കാര്യമല്ലേ? അങ്ങനെയാണോ കാണേണ്ട ഒരു അച്ഛൻ കുഞ്ഞിനെ? അച്ഛൻ കുഞ്ഞിനെ നല്ല ലെവലിൽ വന്നാലല്ലേ മേഡം കാണത്തുള്ളൂ. കള്ളം കുടിച്ചിട്ട് വണ്ടിയും കൊണ്ടുവന്നിട്ട് തെറിയും പറഞ്ഞു ആ അയലോക്കംകാരോട് മൊത്തം ചോദിച്ചു. 24 മണിക്കൂറും കള്ളം കുടിയാണോ? നല്ല കള്ളം മേഡം. പിന്നെയോ? നല്ല കള്ളു കുടിക്കുന്നവൻ എങ്ങനെ വണ്ടി ഓടിക്കും? വേറെ വണ്ടിയിലാ വന്നത്. നല്ല കള്ളു കുടിച്ചിട്ട് ആ വണ്ടി കള്ളു കുടിക്കുമെന്ന് പറഞ്ഞാൽ ശരിയാണ്. വേറൊരു വണ്ടി വിളിച്ചാ വന്നത്. വേറൊരു വണ്ടി വിളിച്ച ഓട്ടോ. അല്ല മുരുകൻ എന്ന് പറഞ്ഞൊരു ഓട്ടോ. അയാൾ ഒരു ഡ്രൈവറാ. അങ്ങനെ കണ്ടുപിടിച്ചോണ്ട് പോയ സമയത്ത് മദ്യപിക്കാൻ പറ്റില്ല. ഓട്ടോ പിടിച്ച് വേറൊരു ഓട്ടോ പിടിച്ച് വന്നായിരിക്കാം ഞങ്ങൾ പോയതിന്റെ പുറകെ എത്തിയാൻ വന്നു. അല്ല അത് സത്യമാണ് മഞ്ജു. അയാൾ കുടിക്കുന്ന പറഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ. അയാള് തന്നെ പറഞ്ഞു ഞാൻ മദ്യപിക്കുന്നതിന്റെ പേരിൽ ഞാൻ അടിച്ചിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. സ്ഥിരമായിട്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള് എന്തായാലും ഒരു കഴിയത്തില്ലല്ലോ. ഡെയിലി ഏതെങ്കിലും സ്ഥിരമായിട്ട് 1 വർഷമായിട്ട് ഏതെങ്കിലും ഒരു കമ്പനിയിലുണ്ടോന്ന് ചോദിച്ചാ മേഡം. അല്ല അത് ഏത് കമ്പനി നിൽക്കുന്നു? അയാളുടെ വരുമാനം ജോലി അല്ലാതെ ആവട്ടെ. അയാൾ വണ്ടി ഓടിക്കുന്നുണ്ടല്ലോ. വണ്ടി ഓടിക്കുന്നുണ്ട് എന്നും പോകും. അയാളുടെ പേരിൽ ഒരു കേസ് പിടിച്ചിട്ടുണ്ടോ? ഉണ്ട്. ടിപ്പറിന്റെ കീഴെ വണ്ടി കൊണ്ട് ഓടിച്ച് ജാമാക്കി മദ്യപിച്ച് നല്ല ലെവലില്ലാതെ ആ കേസ് ഒത്തു തീർത്ത മാനങ്കേരി സുരേഷ് ചേട്ടൻ മെമ്പറാ. മാനങ്കേരി സുരേഷ് മെമ്പറും INTCയുടെ പ്രവർത്തനായ രാജ്യം മെമ്പറും കൂടി ഒത്തു തീർത്ത് ഒപ്പുവെച്ച് ഞാനും പപ്പായി രാത്രി 11 മണിക്കാണ് ഞാൻ പോയി വിളിച്ചോണ്ട് വന്നത്. ഓട്ടോ ആപ്പയും ഓമിനായിട്ട് മറ്റേ ഓമിന് ഇടിക്കല്ലോ ഒരു പോലെ. അത് ഞാനല്ല ഇടിച്ചത്, അത് ഞാനല്ല. ഡ്രൈവർ ഉണ്ടായിരുന്നു. അവൻ ഇറങ്ങി ഓടി. ഡ്രൈവർ ഈ പറഞ്ഞല്ലോ വേറെ ഡ്രൈവർ ഇറങ്ങി ഓടിയെന്ന് പറഞ്ഞു. ഈ വണ്ടി ഇടിച്ചിട്ടേച്ച് ഈ വിജീഷ് ഒരാഴ്ചയായിട്ട് എന്റെ വീട്ടിൽ വന്നാണ് ഒളിവിലിരുന്നത്. എന്റെ വീട്ടിലെ വന്ന് അല്ല എന്നോട് പറഞ്ഞത് ചേച്ചി ഞാൻ വണ്ടി ഓടിച്ചോണ്ട് വന്നു, എനിക്ക് കള്ളു കൂടിപ്പോയി, അന്നേരം വണ്ടി ഇടിച്ച് ഇപ്പൊ എന്നെ പോലീസുകാരും അവിടെയുള്ള അയലോക്കംകാരും എല്ലാം അന്വേഷിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വേറെ ഓട്ടോയ്ക്ക് അന്നേരം രാത്രിയിലാണ് വരുന്നത്. വന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഈ പെണ്ണുമ്പിള്ളയെ വിളിച്ചിട്ട് പെണ്ണുമ്പിള്ള വന്നില്ല. നാട്ടുകാരെല്ലാം കൂടെ എന്നെ വളഞ്ഞു വെച്ചേക്കും, അച്ഛൻ എന്നെ ഇങ്ങോട്ട് വാന്നും പറഞ്ഞപ്പം വിജീഷ് പറഞ്ഞു എനിക്കിപ്പോൾ ചങ്ങനാത്ത് വേനയാ മഞ്ജു, ഞാൻ ഇപ്പം മരിച്ചു പോകുമെന്നും പറഞ്ഞ് എന്നോട് 1000 രൂപ ചോദിച്ചു ആശുപത്രിയിൽ പോയി. ഞാൻ പറഞ്ഞു 1000 രൂപ ഞാൻ ആശുപത്രിയിൽ പോകാൻ തരത്തില്ല, ഒരു കാര്യം ചെയ്യും ഞാൻ വണ്ടി വിളിച്ച് ഞാൻ പെരിയാർ ആശുപത്രിയിൽ കൊണ്ടുപോകാം, വിജീഷ് എൻ്റെ കൂട്ടത്തിൽ വരാൻ പറഞ്ഞു. അപ്പോൾ ഈ ചേച്ചിയുടെ മകനും ഉണ്ട്.
ചേച്ചിയുടെ മകനും മദ്യപിക്കും, വിജീഷും മദ്യപിക്കും. വിജീഷ് വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ മകന് നല്ലതായിട്ട് ഇവർ രണ്ടുപേരും അപ്പാപ്പനും മകനും കൂടെ നല്ലതായിട്ട് തന്നെ മദ്യപിക്കുകയും ചെയ്യും. എൻ്റെ വീടിൻ്റെ പരിസരത്ത് വന്ന് ഒരു മാവ് ചാരി നിന്നോണ്ടാണ് വിജീഷ് പറയുന്നത് ഞാൻ അങ്ങോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. അന്നേരം എൻ്റെ കൊച്ച് റെൻസി എന്ന് പറഞ്ഞ കൊച്ച് പറഞ്ഞു അപ്പാപ്പി കയറി വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു വിജീഷ കയറി വാ, സാരമില്ലടാ എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ അവിടെ വന്നിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലോട്ട് ഇവർ പാത്തും പതുങ്ങിയും വരുന്നത്. വന്നേച്ച് ഈ മഞ്ജു വരണമെന്നും പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ട് അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ആശുപത്രി കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോൾ ആശുപത്രി പോകണ്ട. അന്നേരം പറഞ്ഞു എൻ്റെ പെണ്ണുമ്പിള്ള ഇപ്പം വിളിച്ചാൽ മതി, ഞാൻ ഇപ്പം ചത്തുപോകും, എനിക്ക് അറ്റാക്കാ. മഞ്ജു നീ കൊണ്ടുപോയി നമ്മൾ ഈ സൂചി എടുത്തതിൻ്റെ പേപ്പറെല്ലാം കൂടെ എടുത്തുകൊണ്ട് വരണം, അത് എനിക്കിപ്പം ആശുപത്രിയിൽ പോകണം, നമുക്ക് തേനിക്കോ എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞു. അത് 1 മണിയായപ്പോൾ പറഞ്ഞ് ഈ കൊച്ചിനെ വിളിച്ചോണ്ട് ഈ മഞ്ജു 3 മണിയായപ്പോൾ അവിടെ വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ വിജീഷിന് ഒരു അസുഖവും ഇല്ല. ഞാൻ ആശുപത്രി വിളിച്ചപ്പോൾ അവർക്ക് മദ്യം മേടിക്കാനാണ് പൈസ അയച്ചത്. ഞാൻ പറഞ്ഞു ആശുപത്രി പോകാൻ ഞാൻ കൂട്ടത്തിൽ വന്നാൽ ഞാൻ മരുന്ന് വയ്യെങ്കിൽ. എന്നിട്ട് മഞ്ജുവിനോട് വിളിച്ച് പറഞ്ഞു നിന്റെ കൂടപ്പറപ്പ് എനിക്ക് വയ്യെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൂലിപ്പണിക്കാണ് പോകുന്നത്. കൂലിപ്പണി ചെയ്തുകൊണ്ട് വരുന്ന ഇവർക്ക് മദ്യപിക്കാൻ കൊടുക്കാൻ പറ്റുമോ? അവർ സമ്മതിച്ചു ജനമ്മ. വിജേഷ് ഇവിടെ ഒന്ന് പറഞ്ഞപ്പോൾ അയാളുടെ മദ്യപാനം അതിന്റെ പേരിലുണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം അതിനെ സമ്മതിച്ചു. അതുപോലെ തന്നെ മേഡം ഇവളെ മഠത്തിൽ അടുക്കളപ്പണിക്കാണ് വിട്ടോണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോഴും പറഞ്ഞു നീ അടുക്കളപ്പണിക്ക് പോകണ്ട, കൂലിപ്പണിക്കും വിടുകയില്ല, വേറെ എങ്ങും വിടുകയില്ല, അടുക്കളപ്പണിക്ക് പൊക്കോളാൻ പറഞ്ഞു. അടുക്കളപ്പണിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇനി നീ അടുക്കളപ്പണിക്ക് പോകണ്ടെന്ന്. അപ്പോൾ എനിക്ക് 3 പശുക്കളുണ്ട്. 3 പശുക്കളുണ്ടായിരുന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഈ വണ്ടി മറിഞ്ഞെന്നും പറഞ്ഞ് അവിടെ വന്നപ്പോൾ എന്നോട് പറഞ്ഞു ചേച്ചി എനിക്ക് ഒരു പശുവിനെത്താ, എനിക്ക് അപ്പടി കടവാണ്, പേര വെച്ചാൽ ഒത്തിരി കടമുണ്ട്, ഞാൻ ഈ പശുവിനെ കൊണ്ട് പാല് കറന്ന് കടം വീട്ടിക്കോളാന്ന് പറഞ്ഞു. വിജീഷും ഉണ്ട്, കൊണ്ട് 7 ലിറ്റർ പാലുണ്ട്. നിങ്ങൾ പണിക്ക് പോയാലും ഈ പശുവിനെ രാവിലെയും വൈകിട്ടും കറക്കാണ് 10 ലിറ്റർ പാല് കിട്ടും, കൊണ്ട് എടുത്തോളാൻ പറഞ്ഞു. വരുമ്പോൾ ഞാൻ ഒന്നും മേടിക്കാതെ ഈ പശുവിനെ കൊടുത്തു വിടുമായിരുന്നു. ഇവർ കൊണ്ടുപോയി 3 മാസം വളർത്തി മേഡം. 3 മാസം വളർത്തിയിട്ട് എന്നാ സംഭവിച്ചതെന്ന് അറിയത്തില്ല. ഒരു ദിവസം എന്നോട് വിളിച്ചേച്ച് പറഞ്ഞു പശുവിനെ വന്ന് കൊണ്ടുപോക്കണം എന്ന് പറഞ്ഞു. വിജേഷും പറഞ്ഞു ഇവിടെ പറ്റത്തില്ല നിന്റെ ചേച്ചിയുടെ പശുവിനെ വളർത്താൻ. ഞാൻ നിർബന്ധിച്ചല്ല, ഞങ്ങൾ ആ പശുവിൻ്റെ വരുമാനത്തിലാണ് കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേരം ഇവർ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ അനിയത്തിക്ക് കൊടുത്തു വിട്ടാം. ഇവർ 28-ാം തീയതി ആയിരുന്നു എൻ്റെ മകളുടെ കല്യാണം 2015. കല്യാണത്തിന് ഞാൻ ചെന്ന് വിജേഷിനെയും മഞ്ജുനെയും കല്യാണത്തിന് വിളിച്ചു. അന്നേരം വിജേഷ് ഇല്ല, എൻ്റെ കെട്ടിയനാണ് പോയി കല്യാണം വിളിക്കുന്നത്. കല്യാണം വിളിച്ചിട്ട് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ കെട്ടിയൻ വിളിച്ചേച്ചിങ്ങ് വന്നു. കല്യാണത്തിന് വന്നപ്പോൾ മഞ്ജുവിൻ്റെ ഈ ഇടത്ത് കണ്ണ് ഇടിച്ച് ചളിക്ക് വെച്ചു. ആ കല്യാണത്തിന് ഒരു 300 പേരെങ്കിലും വന്നിട്ടുണ്ട് മേഡം. അത്രയും പേരും ചോദിച്ചു ഈ മഞ്ജുവിൻ്റെ മുഖം എന്നെ എങ്ങനെ കാണിച്ചു വെച്ചേക്കുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല. അന്നേരം ഞാൻ വിജീഷിനോട് ചോദിച്ചു എന്നെ പറ്റിയതാ വിജീഷ് ഈ കോലത്ത് ഇടിച്ച് ചതച്ച് കൊണ്ടുവന്നേക്കുന്നതെന്ന് പറയും. കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇവളെ കെട്ടിച്ചു വിട്ടപ്പോൾ ഞാൻ ഒരു പവൻ്റെ മാല കൊടുത്തപ്പം ഈ ചെന്ന് കല്യാണം വിളിച്ചപ്പോൾ ഇവള് പറഞ്ഞ് ചേച്ചിക്ക് എന്തെങ്കിലും മാർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല എന്ന് ആദ്യം അങ്ങോട്ട് പറഞ്ഞ് ഇവർ നമ്മൾ ഈ വഴക്കുണ്ടാക്കി. ഞാൻ അന്നേരം പറഞ്ഞു എനിക്കൊന്നും തന്നില്ലേലും നിങ്ങൾ കല്യാണത്തിന് വന്നപ്പം ഈ കണ്ണ് തുറക്കാൻ മേലാതെയാണ് ഇടിച്ച് ചളക്കി വെച്ചിട്ട് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു മഞ്ജു ഇതെന്നാന്ന് ചോദിച്ചപ്പോൾ മഞ്ജു കെട്ടിയനെ അവിടെ വെച്ചും കള്ളത്തരത്തിൽ പറഞ്ഞു ഇല്ല അതൊന്നും പറ്റിയതല്ല, ഞാൻ ചെന്ന് ഭിത്തിക്കിട്ട് ഇടിച്ചാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കൊച്ചിനോട് ചോദിച്ചു മോനെ ഇതെന്നാ പറ്റിയതാന്ന് പറഞ്ഞു അപ്പ ഓട്ടോയും മഞ്ജുവമ്മയും കൂടെ വെച്ച് ഇടിച്ചതാന്ന് പറഞ്ഞു. ഈ കണ്ണിങ്ങനെ ചതഞ്ഞ് കറുത്ത് കിടക്കും. അത് കല്യാണ കാസറ്റ് വീഡിയോ കാസറ്റില്ലാത്ത എല്ലാത്തിനും തോന്നുന്നു. പക്ഷെ ഞാൻ എടുത്തോണ്ട് വന്നിട്ടില്ല. ഞാൻ എത്തിക്കാം. അങ്ങനെ ചെയ്തു. എന്നിട്ടും ഇവള് ഞങ്ങൾ ഒരു വഴക്കുണ്ടാക്കിയാൽ ഇവരുടെ വീട്ടിൽ ഓടി ചെല്ലുന്ന രാത്രി 1 മണി 2 മണി രാത്രിക്കൊക്കെ കൊണ്ടുപോയി വിളിച്ചോണ്ട് വന്നിട്ട് വീട്ടിൽ വിളിച്ചാൽ വരികയല്ലാഞ്ഞിട്ട് പുളിയമല മഠത്തിലാക്കിയിട്ട് വന്നിട്ടുണ്ട് ഈ കൊച്ചിനെ. എന്നാന്ന് വെച്ചാൽ അവിടെ വന്നേച്ച് വിജീഷ് ഞങ്ങളുടെ ശാന്തിഗിരി എന്ന് പറഞ്ഞ ചക്കോളം ശാന്തിഗിരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നേച്ചും കള്ള് കുടിച്ചേച്ച് ഇങ്ങനെ റോഡിൽ കിടന്നേച്ച് അലമ്പും വഴക്കും എല്ലാം പറയും. അവിടെയുള്ളവർ ഞങ്ങൾ പറയും വിജീഷ എന്നാ ഉണ്ടെങ്കിലും വീട്ടിൽ തരും. ഞാൻ എപ്പോഴും വിളിച്ചേച്ച് പറയും വിജീഷ നിങ്ങളുടെ കുടുംബമായിട്ടൊക്കെ നിങ്ങൾ നോക്കിയാലേ തീരത്തുള്ളൂ, മറ്റുള്ളവർ നോക്കിയാൽ തീരത്തില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ തന്നെ. എന്നാന്ന് വെച്ചാൽ എൻ്റെ അച്ചാച്ചി മരിച്ചിട്ട് 31 വർഷമായി. ഞങ്ങൾ 6 പെൺപിള്ളേരെ, ഞങ്ങളുടെ അമ്മ മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ആങ്ങളമാരോ ആരുമില്ല. ഒരു ചേട്ടത്തിമാരെ അനിയത്തിമാരുടെ വീട്ടിൽ വഴക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചേട്ടത്തി അനിയത്തിമാരെ പോകാനുള്ളൂ. ചേട്ടന്മാരെ ആരും വരത്തില്ല. അവർ പറയും നിങ്ങൾക്ക് വേറെ തൊഴിലില്ല, നിങ്ങൾ അങ്ങനെ കൊണ്ട് വെച്ചിട്ടില്ല, നിങ്ങൾ പറയുന്നതിൻ്റെ പുറകെ ഒന്നും ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ലെന്ന് പറയും. ഓരോരുത്തരും ഞങ്ങൾ 12 മണി രാത്രിക്ക് എൻ്റെ മകൻ ഒരു ജീപ്പ് ഓടിക്കുന്നുണ്ട്. എൻ്റെ മകനും ഈ ചേച്ചിയുടെ മകനും കൂടെയാണ് ഇവരുടെ വീട്ടിൽ അലമ്പെന്ന് പറഞ്ഞ് റോഡിൽ കൂടെ പോലും ഇപ്പം എന്തോ സംഘത്തിൻ്റെ പ്രശ്നം വന്നാണ് നാട്ടുകാർ പോലും ഈ മഞ്ജുവിന് ഒരു കാര്യം പറയും. റോഡിൽ കൂടെ നടുറോഡിലിട്ട് താറ് റോട്ടിൽ കൂടെ വലിച്ചുകൊണ്ട് പോയിട്ട് ഇവർ വിളിച്ച് പറഞ്ഞ് ഇവർ പോയി വണ്ടിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അന്നും ഞാൻ പോയിട്ടില്ല. എന്ന് വെച്ചാൽ ഇവരെങ്ങനെയെങ്കിലും സ്വന്തമായിട്ട് ജീവിക്കുന്നെങ്കിൽ ഒരു പെങ്കൊച്ചുണ്ട്, 2 പേരും കൂടെ ജീവിക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ പല പ്രാവശ്യം വിജീഷ് വിളിക്കുമ്പോഴെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും വിജീഷ് വിളിച്ച് അതൊക്കെ പറഞ്ഞു വിജീഷ് പറഞ്ഞു നല്ല സഹകരണമാണ്. അവർ ചേച്ചിമാരും ഒക്കെ ആയിട്ട് നല്ല സഹകരണം, അവർ ഓടി വരികയും ഇടപെടുകയും
എല്ലാം ചെയ്യും. എന്റെ മകളെ എനിക്കിപ്പൊ കാണണം. എന്റെ പെണ്ണുമ്പിളെ നിങ്ങൾ പറ എവിടെയാന്ന് പറ. സത്യം പറയുകയാണെങ്കിൽ ഇവള് ചേച്ചിയുടെ വീട്ടിലാണ് താമസിച്ചോണ്ടിരുന്നത്. അന്നേരം താമസിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് പറഞ്ഞു, ചേട്ടനെ വിളിച്ചേച്ച് വിജേഷ് ചോദിച്ചു, അതിന് എന്റെ വീട്ടിൽ നിന്നും എന്റെ പെണ്ണുമ്പിള്ള പിണങ്ങിപ്പോയി, ചേട്ടൻ വെച്ച് ജീവിക്കുമോന്ന് ചോദിച്ചു.